നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മൾ കുട്ടികളെ സാധാരണ ഉറക്കുന്ന ഒരു പാട്ട്. അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 9 10 11 12. ഇതെല്ലാം നമ്മൾ ലൈനിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് കയറും. 1 2 റൗണ്ടിനകത്തേക്ക് കയറും. വീണ്ടും നമ്മൾ ലൈനിലേക്ക് ഇറങ്ങുകയാണ്. 1 2 3 4. അതേപോലെ അടുത്ത കയ്യിലും 1 2 3 4 5 6 7 8 9 10 11 12. ഒന്നുകൂടെ 1 2 3 4 5 6 7 8 9 10 11 12. ഇത് തന്നെ നമ്മൾ പെയറായിട്ടും കളിക്കും. 1 2 3 4 5 6 7 8 9 10 11 12. അതിനുവേണ്ടി ഈ പേരിൻ്റെ കൂടെ 1 2 3 4 5 6 7 8 9 10 11 12. ഇത് ശരിക്കും 7 8 വരുമ്പോഴാണ് ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ പെയറിൻ്റെ കൂടെ കളിച്ചിട്ട് ഇവിടെ വരെ വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 2 അപ്പുറത്ത് പോവുക. പെയറിൻ്റെ 1 2. പിന്നെ ഈ സൈഡിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഈ പെയർ ഇങ്ങോട്ട് നീങ്ങും, ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് 1 2 3 4. അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അതേപോലെ തന്നെ ഈ പെയറിൻ്റെ കൂടെ കളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ 7 8 മാത്രം 1 2 പിന്നെ ഇങ്ങോട്ട് കറങ്ങി ഇപ്പുറത്തേക്കും. നമുക്ക് പാട്ടിൻ്റെ കൂടെ എടുക്കാം. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. കാമിനി മണി അമ്മ തന്നങ്ക മണി ചെന്നു കേറി ഞാൻ. കാമിനി മണി അമ്മ തന്നങ്ക മണി ചെന്നു കേറി ഞാൻ. അപ്പം ഈ സൈഡിൽ കളിക്കുമ്പം ഇങ്ങോട്ട് കളിക്കുന്നയാൾ ഈ പെയർ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് തിരിയും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കളിക്കുന്നവരാണ് പിന്നെ തിരിഞ്ഞു വരുന്നത്. അതായത് ഇവിടുന്ന് സാവ് കളിക്കുമ്പം സാവ് കളിച്ച് വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് സാവ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിയണം കേട്ടോ. അല്ല, ഇങ്ങനെ തിരിയണം, ഇങ്ങനെ തിരിയണം സാവ്. അങ്ങനെ തിരിയണം. അപ്പം ഈ പെയർ ഇവിടെ തിരിയുന്ന പോലെ ആ പെയർ രണ്ടാമത് കളിക്കുമ്പോഴാണ് തിരിയുന്നത്. അവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. കാമിനി മണി അമ്മ തന്നങ്ക മണി ചെന്നു കേറി ഞാൻ. കാമിനി മണി അമ്മ തന്നങ്ക മണി ചെന്നു കേറി ഞാൻ. ഈ പേരിൻ്റെ അവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ നമ്മൾ കളിച്ച് കഴിയുമ്പം പോകുമ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 വെച്ചിട്ട് 2 നമ്മൾ ഈ സൈഡിലേക്ക് വരും. അപ്പം ഈ ആൾ ഈ സൈഡിലേക്ക് പോകണം, ഇവിടെ ഇങ്ങനെ പോകണം. അതായത് ഇവിടെ കളിക്കുമ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ ആകും. നോക്ക് 1 2 ഈ സൈഡിലേക്ക് വരണം. ഇവിടെ കളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കളിക്കുന്നില്ലേ, ഞാൻ ഇങ്ങനെ പോകുന്നില്ലേ. അത് ശോശന് ആ സൈഡിലേക്ക് വരണമെന്ന് അതാ പറഞ്ഞിരുന്നത്. അതായത് ഇവിടെ കളിക്കുമ്പോൾ 1 2 3 4 5 6 7 നീ ഇങ്ങോട്ട് 8 വെക്കും.
ആ ഈ സൈഡിലേക്ക് വരണം. അപ്പം ഞാൻ ഈ സൈഡ് വരും, ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് വേണം 1 2 3 4 പോകാം. ഒന്നുകൂടെ കളിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. കിട്ടിയില്ലേ? ഒന്നുകൂടെ 1 2 3 4 5 6 7 8 9 10 11 12.